കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുമായിരുന്നേ. മോൾക്കിപ്പം മോളുടെ ഡേ ടു ഡേ ലൈഫിൽ മോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ? അങ്ങനെയില്ല. പിന്നെ ഈ ഫാനൊക്കെ തുടയ്ക്കാൻ പാടാണ്. അത് ഫാൻ തുടയ്ക്കാൻ എന്താ തറയിൽ നിന്നിട്ട് ടേബിൾ ഇട്ടിട്ട് തുടയ്ക്കുക അങ്ങനെ എന്തെങ്കിലും? തുടയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ ഫാൻ കിടന്ന് കറങ്ങൂലോ, അപ്പൊ ഭയങ്കര പാടാ. തുടയ്ക്കും പൊടി പോവാൻ ഭയങ്കര പാടാ. ഓക്കെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മോൾക്ക് അല്ല മോളെ പോലെ ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമോ? ആയിരിക്കും, നല്ലോണം ആയിരിക്കും. താങ്ക് യു. അതുണ്ട്. ഞാനിവിടെ കാരപ്പുള്ള ജോലി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നത് കേട്ടോണ്ട് ഞാനും വിചാരിച്ചു നമ്മളാണ് കൂടുതൽ ഫാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ഈ ലാഡറെ കയറി നിന്നാണേലും തൂക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡസ്റ്റും കാര്യങ്ങളും എല്ലാം എന്നും യൂസ് ചെയ്യുന്നതനുസരിച്ച് റൂമിലെ ആണെങ്കിലും പൊടി ഇങ്ങനെ കണ്ടമാനം വന്ന് കയറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോ നേരത്തെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാഡറെ കയറി അല്ലെങ്കിൽ കമ്പിട്ട് തൂക്കാനാണെങ്കിൽ പാടാ. നമ്മളാളും താഴെ വീഴോന്നൊരു പേടിയോടെ കയറി നിൽക്കുന്നത്. ഇപ്പം പിന്നെ കറണ്ട് വല്ലതും പെട്ടെന്ന് കയറി വരും, ഓൾട്ട അങ്ങനെ പ്രശ്നങ്ങൾ വരും. പിന്നെ ആരെങ്കിലും കൂടെ വേണം, ഒരുപാട് പണിയാണ്. പിന്നെ വെള്ളം മുക്കി തുടക്കണം. അതാകുമ്പോ പിന്നെ നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതിയല്ലോ. ബെറ്റർ ആയിട്ടുള്ള സാധനം. നല്ല അഭിപ്രായം. നിയാസ്, നമ്മൾ ഇവിടെ കട തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. ബേക്കറി തുടങ്ങിയിട്ട് കട തുടങ്ങിയിട്ട് ഇപ്പൊ കട തുടങ്ങിയിട്ട് 4 വർഷമായി ഇവിടെ തുടങ്ങി. 4 വർഷമായി. ഇപ്പം ധാരാളം ഇപ്പൊ ടൗൺ ഏരിയ ആയതുകൊണ്ട് ധാരാളം പൊടിപാടുകളെല്ലാം പിടിക്കത്തില്ലേ? ധാരാളം പൊടി ഇഷ്ടം പോലെ ഉണ്ട്. ഏത് സമയം അടിച്ചതിന്റെ അകത്തേക്ക് ഫുള്ള് കയറും എല്ലാ പൊടി. ഓക്കെ. അപ്പം എപ്പോഴും ഈ ഫാനും വൃത്തിയാക്കാറുള്ളതാണോ? ഫാൻ ഓരോ മാസം കൂടുമ്പോൾ എങ്ങനെയാണെന്നാലും ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം അതുപോലെ നല്ലപോലെ പൊടി ഈ തുടയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും പൊടി അതിന്റെ അകത്തേക്കാണ് നേരെ വന്ന് കയറുന്നത്. അത് ഒരു മാസം കൂടുമ്പോൾ എങ്ങനെ വന്നാലും അത് ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം മൊത്തം 3 ഫാൻ ഉണ്ട്. അപ്പം മാസം വൃത്തിയാക്കാനത്ത് ഓരോ മാസം വെച്ചാല് നമ്മൾ സ്റ്റൂളിട്ട് കയറി മുകളിൽ കയറി തുണിയിട്ട് തുടച്ച് ആളില്ലാത്തപ്പോ വൈകിട്ടാണ് നമ്മൾ പരമാവധി ചെയ്യുന്നത്. അത് മാത്രമല്ല എല്ലാ സാധനം മൂടിയിട്ട് കവർ ചെയ്തൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ പൊടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് പാറി ആകെ ബുദ്ധിമുട്ടാവും ഫുള്ള്. അതുകൊണ്ട് പരമാവധി നമ്മൾ ആളില്ലാത്തപ്പോ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് സമയങ്ങളിൽ നോക്കിയിട്ട് 3 ഫാൻ ഒരുമിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പേരെന്തായിരുന്നു? വീട് എവിടെയാ? ആനക്കല്ല്. നമ്മൾ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു സർവേ എടുക്കാനായിട്ട് വന്നായിരുന്നേ. ഇപ്പൊ അമ്മയുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയില്? അതായത് ഇപ്പം വീട്ടിലോ മറ്റു സ്ഥലത്തോ എല്ലാം കാണുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം വല്ലതും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കുറച്ച് ഇങ്ങനെ കയറ്റം കയറുന്ന ഒരു ജോലി ബുദ്ധിമുട്ടാ. കാലുവേദനയൊക്കെ ഉള്ളതാണ്. ഫാനൊക്കെ ചുക്കിലിയൊക്കെ അടിക്കാന് അപ്പൊ അതിന് ഇങ്ങനെ എന്തെങ്കിലും മെഷീൻ എന്തെങ്കിലും സൊല്യൂഷൻ വേണോന്നൊക്കെ തോന്നിട്ടുണ്ടോ? അത്യാവശ്യമുള്ള സാധനമോ? അതെ. വീട്ടിലെ ഏരിയയിലൊന്നും കയറണ്ടല്ലോ, താഴെ നിന്ന് തന്നെ നമുക്ക് അത് തന്നെ. അതെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആ ഒരു ആവശ്യത്തിനല്ലേ വരുന്നത്. എപ്പോഴും വീട്ടിലെ പണി കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാണ്ടിരിക്കുമ്പോഴായിരിക്കും പൊടി കാണുന്നത്. എന്നാലും പെട്ടെന്ന് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വളരെ ഹെൽപ്പായിരുന്നു. പിന്നെ അതെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ജോലിക്കാരെയൊക്കെ കിട്ടാനും പാടല്ലേ. അപ്പൊ നമുക്ക് തന്നെയാണെങ്കിലും താഴെ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലീനിങ്ങിന് വരുന്നതാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500 രൂപ അവരുടെ ഫീസ്. കാരണം ജസ്റ്റ് കുറച്ച് പൊടിയല്ലേ കാണത്തുള്ളൂ. ചിലപ്പോൾ ചെറിയ കുടുംബമാണെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ 500 രൂപയ്ക്കുള്ള സാമ്പത്തിക സിറ്റുവേഷൻ കാണത്തില്ല. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് അമൽജ്യോതി കോളേജിൽ നിന്ന് വരുവാ. അപ്പൊ ഞങ്ങളുടെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാ. അപ്പം ഈ വീട് വൃത്തിയാക്കുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ വീട് വൃത്തിയാക്കലൊന്നും ഇല്ല. അപ്പം എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റൂഫ് ഇതിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ ഡെസ്ക് ഒക്കെ ഇട്ട് കയറേണ്ടി വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഫാൻ തുടക്കുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ, പൊടിയൊക്കെ അടിച്ച്. അപ്പം അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാറുണ്ടല്ലേ? ഓക്കെ. അപ്പം അത് തുടയ്ക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത്? ഈ ബെഞ്ചൊക്കെ അറിയാൻ തുടക്കുമ്പോഴത്തേനും ഫാന്റെ പൊടി വീഴുന്നത്, പിന്നെ എത്താതെ വരുന്നത്, ആ ഒരു വിഷയങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇതല്ലാതെ തറയിൽ നിന്ന് തുടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നല്ലതാന്ന് തോന്നിയിട്ടുണ്ടോ? നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ അമൽജ്യോതിന്ന് വരുവാ. അമ്മച്ചിയുടെ പേരെന്നാ? എന്റെ പേര് VM. അമ്മച്ചിക്ക് വീട്ടില് ജോലി ചെയ്യാനൊക്കെ പാടുണ്ടോ? ലൈക് തുടയ്ക്കാനൊക്കെ? ഫാനും നിലവൊന്നും ഞാൻ തുടക്കത്തില്ല. ആണോ? അതെന്നാ പൊക്കമൊക്കെ ആയതുകൊണ്ട് നടുവിനൊക്കെ വേദനയുള്ളതുകൊണ്ട് അതൊന്നും ചെയ്യത്തില്ല. പിന്നെ ബാക്കി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് നമുക്ക് തുടയ്ക്കാനൊക്കെ എളുപ്പമായിട്ടും നമുക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള എന്തെങ്കിലും വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ
അമ്മച്ചിക്ക് പിന്നെ ബാക്കി തുടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നിലം അടിച്ചു വരുന്നതിനൊന്നും കുഴപ്പമില്ല, പൊടി അലർജി അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അമ്മച്ചി എവിടുന്നായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു? തൊടുപുഴ. ശരി. സുഫിയർ എത്ര നാളായി കട? 1.5 വർഷമായി. ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? മെയിൻ ആയിട്ട് നമുക്ക് പൊടിയുടെയാണ്, ഈ ഫാനിന്റെ ഒക്കെ പൊടിയാണ് ഇഷ്യൂ വരുന്നത്. അപ്പത്തേനും നമുക്ക് നോർമലി ഇപ്പം എല്ലാ ദിവസവും കയറി തുടക്കലൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് മാസം നമ്മളിപ്പം കസേരയിലൊക്കെ കയറിയാണ് പൊടി അടിക്കുന്നത്. പൊടിയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പൊ ഒരു ഇഷ്യൂ വരുന്നത്. തുണിയൊക്കെ ആണെങ്കിലും ബസ് സ്റ്റാൻഡ് അടുത്തായത് കൊണ്ട് തന്നെ എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ, അപ്പം അതാണ് മെയിൻ ആയിട്ട് ഒരു. അതിനായിട്ട് ഞങ്ങളൊരു എക്യുപ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അഭിപ്രായം? അതായത് വളരെ നല്ല എളുപ്പമായിരിക്കും, അല്ലേ? നല്ല അഭിപ്രായമായിരിക്കും. കാരണം നമുക്ക് പൊടിയൊക്കെ എല്ലാ ദിവസവും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അങ്ങനെ ഇതാക്കുന്നുണ്ടെങ്കിൽ നമുക്ക്. ഞാൻ അമൽജ്യോതി കോളേജിൽ വെക്കുക. അപ്പം ഇപ്പം ഞങ്ങളുടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സർവേ എടുക്കുക, ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള രീതിക്ക്. അപ്പം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വീട്ടിലിപ്പം എന്തെങ്കിലും അപ്ലയൻസ് എന്തെങ്കിലും അങ്ങനെ തുടയ്ക്കാനോ തൂക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പം റൂഫില്ലേ നമ്മുടെ, അത് ഫാനോ ഒക്കെ തുടയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? അത് ഇച്ചിരി ബുദ്ധിമുട്ടാ. എങ്ങനെയാ കേറി നിന്ന് അങ്ങനെ? അപ്പം നമ്മള് നിലത്ത് നിന്ന് തന്നെ തുടയ്ക്കാൻ ഒരു മെഷീൻ ഉണ്ടാക്കിയാല് അത് ഉപകാരപ്പെടുവോ? ഉപകാരപ്പെടും. നമുക്ക് വളരെ ഉപകാരമായിരിക്കും, കാരണം എനിക്ക് എളുപ്പമാവും ചെയ്യാൻ പറ്റിയ മിഷൻസ് എന്തെങ്കിലും മോളെ പോലെ ഇങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് ഞങ്ങളും പോലെ ഉള്ളവർക്ക്, കാല് വയ്യാത്തവർക്ക്. താങ്ക് യു.